Hi friends, welcome back to my YouTube channel. This is the Navy Actor. സാധാരണ നമ്മൾ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ വല്ലതും പഠിക്കാനാ പോവുക, ശരിയല്ലേ? അപ്പം എൻ്റെ ചൈൽഡ്ഹുഡിലായാലും ഞാൻ നമ്മളെ ടീച്ചേഴ്സിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ ടീച്ചേഴ്സ് ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്യാൻ നേരത്തൊക്കെ വലിയ ആകാംക്ഷയോടെ ടീച്ചേഴ്സിനെ ഒന്ന് നല്ല രീതിയിൽ ഹാപ്പി ആക്കണം. നമുക്ക് പല രീതിയിലുള്ള പല ടീച്ചേഴ്സിന് പല ഇരട്ട പേരൊക്കെ ഇട്ട് നമ്മൾ അവരെ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു. അവരടിച്ച നമ്മൾ തിരിച്ചൊന്നും പറയത്തൊന്നുമില്ല, നേരെ മറിച്ച് ബാക്കിൽ നിന്നുകൊണ്ട് കൊഞ്ഞണം കുത്തി കാണിക്കുക, അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും നമ്മൾ വിളിക്കുകയടിക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു സമയം. ആ സമയത്ത് ഫോണില്ലായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര മര്യാദയായിരുന്നു, ഭയങ്കര റെസ്പെക്റ്റും കൊടുത്തൊക്കെ ഒരു ടീച്ചറായിട്ടൊക്കെ സംസാരിക്കുന്നു. പക്ഷേ ജനറേഷൻസ് മാറിക്കൊണ്ടിരിക്കില്ലേ. ഇപ്പം പണ്ടത്തെ ജനറേഷൻ അല്ലല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിപ്പോയി. എന്തെന്നാ പറയാൻ, 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയോട് ഗർഭിണിയായി, 8ാം ക്ലാസ്സിലെ കുട്ടി പ്രസവിച്ചു, ഇങ്ങനെയുള്ള കേസുകളാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? അധ്യാപികയും അവർക്കുള്ള കണ്ണ് പ്രോപ്പറായിട്ട് ആ സ്ഥലത്തോട്ട് എത്തുന്നില്ല. പിള്ളേർ എന്താ ചെയ്യുന്നതെന്ന് അവർക്കുള്ള സ്ഥലത്തോട്ട് എത്തുന്നില്ല. അതുകൊണ്ടാവാം എൻ്റെ ഒരു പ്രശ്നം. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് സാറിന് എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. മാഷോട് എന്താ കാണിച്ചത്? ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ സത്യജീവ ഞാൻ പോകുള്ളൂ. വീഡിയോ കടത്തി തേങ്ങ മാങ്ങത്തെ കാട്ടി ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലെ കാലാവസ്ഥയിലേക്ക് വീഡിയോ എടുക്കുന്നത്. നിന്റെ ഫോൺ ഉണ്ടോ? സംഭവം ഇത് ടീച്ചർ മൊബൈൽ മേടിച്ച് വെച്ചോണ്ട് ആവാം ചെക്കൻ ഇതേ കണക്കത്തെ റിയാക്ഷൻ ആണ്. പക്ഷേ ഇത് കണ്ടിട്ട് തന്നെ ടോട്ടലി അൺഅക്സെപ്റ്റബിളാണ്. ബിക്കോസ് ഈ പയ്യൻ ഇങ്ങനെ ഈ പ്രായത്തിൽ +2 സമയത്ത് ഇത്രയും ഇതായിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന് വേറെ റേഞ്ചിലോട്ടാണ് അവൻ പോകാൻ പോകുന്നത്. അപ്പം കത്തിക്കയറ്റി ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഈ പുതു തലമുറയിൽ ഈ പയ്യന്മാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഒരു അവസ്ഥ? നാടിൻ്റെ അവസ്ഥ മൊത്തത്തിൽ പൊടി പിള്ളേരുടെ അടുത്ത് പോലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുക. ഇതിന് കേസ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ജുവനൈൽ ആക്ട് പ്രകാരമുള്ള കേസുകൾ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെക്കനെ നല്ല കൗൺസിലിങ് അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് നല്ല വെരട്ടിക്കല് വല്ലതും വരുത്തിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ഇത് പോകെ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ക്രൈംസുകൾ ചെയ്യാനും സാധ്യതയുണ്ട്. അതും പറയാനൊക്കത്തില്ല. ബട്ട് ഇതൊരു ടഫായ സിറ്റുവേഷൻ തന്നെയാണ്. മേ ബി എനിത്തിങ് ക്യാൻ ഹാപ്പൻ. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോഴത്തെ മീൻസ് ഇതെനിക്ക് തോന്നുന്നു ഇന്നല്ലേ റിലീസായിരുന്നു. ഈ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും നമുക്കുള്ള ജനങ്ങൾ മൊത്തം കണ്ട് ആണ്. അപ്പം നിങ്ങളെ വീട്ടിൽ ഇതേണത്തെ മക്കളുണ്ടെങ്കിൽ ദയവ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. ടീച്ചറോടും ഇവരോടും ഒക്കെ എങ്ങനെ പെരുമാറേണ്ടത്, അവർ നാളെ ഒരു നല്ല നിലയിലെത്തണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ സാക്രിഫൈസസ് നടത്തണം, ഇതെല്ലാം അവർ അറിഞ്ഞിരിക്കണം. അവർ ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ ചില പേരൻസ് ഒന്നും നോക്കാതെ വെറുതെ അങ്ങ് അയച്ചു വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ പല രീതിയിലുള്ള ക്രൈംസിലോട്ട് കയറിപ്പെടും. ലാസ്റ്റിൽ നിങ്ങൾ കരഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവർ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്ത് പയ്യൻ പറഞ്ഞു കേട്ടില്ല മെൻ്റലി ഹറാസ്മെൻറ്റ്. എന്ത് മെൻ്റൽ ഹറാസ്മെൻറ്റ്? ഇതിൻ്റെയൊക്കെ എന്ത് മെൻ്റൽ ഹറാസ്മെൻറ്റ്? ഈ പ്രായത്തിലൊക്കെ മെൻ്റൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രേമം, ആ ഗേൾഫ്രണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല, ഗേൾഫ്രണ്ട് വേറെ ഒരാളായിട്ട് സംസാരിച്ചു, ഇതൊക്കെയാണ് മെൻ്റൽ ഹറാസ്മെൻറ്റ്. അവർക്കല്ലാതെ പരീക്ഷയോ പഠിത്തമോ അതിൻ്റെ ഒന്നും മെൻ്റൽ ഹറാസ്മെൻറ്റ് ഇല്ല. ഇതൊക്കെയാണ് കൊള്ളാം. എന്തായാലും ചെറുക്കന് നല്ല കൗൺസിലിങ്ങും ഇതും കൊടുത്ത് നല്ല ഇവനെ കുറിച്ചുള്ള കൂടുതൽ ഇവൻ്റെ
ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. പറയാൻ പറ്റില്ല. എനി കൈൻഡ് ഓഫ് ക്രൈം നാളെ ഒരു സമയത്ത്. സോ പിള്ളേരെ, ഈ വീഡിയോ കാണുന്ന പിള്ളേരായാലും ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ നിങ്ങളെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യാൻ നോക്കരുത്. ഇത് കണ്ടിട്ട് നിങ്ങൾ നാളെ ഇതാണ് ചെയ്യണം അങ്ങനെ അതൊരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു പ്രോബ്ലമിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ടീച്ചേഴ്സ്, പാരൻസ് അവരെ കാണണം. ആരും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.